കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചവരാണ് കയർ തൊഴിലാളികൾ. കാലങ്ങളായി മിനിമം കൂലിക്കും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സംഘടിക്കുകയും നിരന്തരം സമരം നടത്തുകയും ചെയ്തതിലൂടെ തൊഴിലാളികളുടെ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ചരിത്രം. എന്നാൽ ഈ ചരിത്രത്തോട് നീതി പുലർത്താൻ പിണറായി വിജയൻ്റെ കീഴിലുള്ള ഇടത് സർക്കാരിന് കഴിഞ്ഞുപോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കയർ തൊഴിലാളികൾ വീണ്ടും മിനിമം കൂലിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരിക്കുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യമുയർത്തി സർ CP രാമസ്വാമിയരുടെ കിരാത ഭരണത്തിനെതിരെ സമരം ചെയ്ത കേരളത്തിലെ തൊഴിലാളി വിഭാഗമാണ് കയർ തൊഴിലാളികൾ. എന്നാൽ എക്കാലവും മിനിമം കൂലിക്ക് വേണ്ടി ഭരണകൂടങ്ങളോട് നിരന്തരം സമരം ചെയ്യാനായിരുന്നു അവരുടെ വിധി. കഴിഞ്ഞ 7 വർഷത്തോളമായി 350 രൂപയ്ക്ക് പണിയെടുക്കുന്ന തൊഴിലാളികളെ സർക്കാരും കൈയൊഴിഞ്ഞ മട്ടിലാണ്. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ. അറിയാം നിങ്ങൾക്കൊരു കഥയല്ലത് പൊരുതും വർഗ ചരിത്രത്തിൽ. പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ ഞങ്ങളെ കയറ്റിയാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നമ്മൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാം നമ്മൾ വാങ്ങിച്ചു തരും എന്നും പറഞ്ഞ് ഈ തൊഴിലാളികളെ വോട്ട് അത്രയും വാങ്ങിച്ചും കൊണ്ടുപോയി ജയിച്ചു കഴിഞ്ഞാൽ ഈ പരിസരത്തോട്ട് പിന്നെ അവർ വരില്ല. നമ്മളെ സർക്കാരല്ലേ ഭരിക്കുന്നത്, അപ്പോൾ നമുക്ക് കൂലി തരണ്ടേ? നമ്മളെ സർക്കാർ ഭരിക്കുമ്പോൾ നമുക്ക് കൂലി തരണം. അപ്പോൾ അവർ ഭരിക്കുന്നതെന്നല്ലാതെ നമുക്ക് കൂലി ഇതുവരെയും തന്നിട്ടില്ല. ഈ 350 രൂപ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. 2010 വരെയുള്ള പൈസ പിടിച്ച് 5 പൈസ വെച്ച് പിടിച്ചത് നമുക്ക് തന്നു. അതിനുശേഷം പിന്നെ ഇന്നത് വരെ തന്നിട്ടില്ല ആ പൈസ നമുക്ക്. അപ്പോൾ അതിന് മന്ത്രി കനിയുമെങ്കിൽ തരുമായിരിക്കും. നമ്മളെ ഈ കയർ മേഖല സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് പ്രായം ചെന്നവരിപ്പോൾ ഈ തൊഴിലിനുണ്ട്. നേരം വെളുത്ത 6:30 മണിക്ക് നമ്മൾ ജോലിക്ക് വന്നാൽ നമ്മൾ വൈകിട്ട് 4 മണി വരെ ഇവിടെ ഇരുന്ന് ഈ ജോലി ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ 322 രൂപ തരുള്ളൂ. അതിൽ തന്നെ നമുക്ക് 22 രൂപ ഇവിടെ ക്രിറ്റ് പിടിക്കും. അതിൻ്റെ ബാക്കി 322 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അത് കൊണ്ടുപോയാൽ എന്ത് മേടിക്കാൻ പറ്റും? തമിഴ്നാട്ടിൽ നിന്നും വൻതോതിലുള്ള കയർ ഇറക്കുമതിയാണ് കേരളത്തിലെ കയർ മേഖലയെ പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയറിന്റെ ഗുണമേന്മ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കയറുകൾക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. നെയ്യാറ്റിൻകര എന്നാണ് ഇവിടെ ഇപ്പോൾ തൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വള്ളത്തെ കയറ്റി മാലുണ്ടാക്കി അതിനകത്തിട്ട് അതിനെ നിരത്തി 4 ഈറ്റ് ഓല കവർ ചെയ്യും. കവർ ചെയ്തിട്ട് മുകളിലും ഓല ഇട്ട് പൊതിയും. ഇട്ടതിന് ശേഷം നമ്മൾ ഇതിടക്ക് ചെളി കോരി ഒരു 10, 20, 22, 30 ദിവസത്തിനകം ഇത് കംപ്ലീറ്റ് അങ്ങ് അടിയിൽ പോകും. അപ്പോൾ ഇത് അഴിയതിന് ശേഷം നമ്മളിത് വള്ളത്തിലെടുത്തും കൊണ്ടുപോയി അവിടെ തൊണ്ട് വിരിപ്പിക്കും. ഓല കളഞ്ഞതിന് ശേഷം ആ തൊണ്ട് മില്ലിലടിച്ച് അത് ചവരി ആയതിനു ശേഷം ആ ചവരിയാണ് പിന്നെ കയറിടുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലും തുടങ്ങുമ്പോൾ അങ്ങനെ തെളിക്കുന്നതൊന്നുമില്ല. ഒരു 10 തൊണ്ട് അടിക്കുന്ന ചവരി തന്നെ കൊണ്ടുവന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന ആഹ്വാനത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവസാനിക്കുന്നത്. ലോകത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ഏറെ സ്വാധീനിച്ച മുദ്രാവാക്യം കൂടിയായിരുന്നു അത്. അതിൻ്റെ അലയൊലികൾ പുന്നപ്രയിലും വയലാറിലും മാരാരിക്കുളത്തിലും മുഴങ്ങി. അതിൻ്റെ ഭാഗമായിരുന്നു കേരളത്തിലെ കയർ തൊഴിലാളികളും. എന്നാൽ അവരിന്ന് സർക്കാരിൻ്റെ കനിവ് കാത്ത് കഴിയുകയാണ്. സഖാവ് ആനത്തലവട്ടൻ ആനന്ദൻ അദ്ദേഹം തുടർച്ചയായി സമരങ്ങൾ ചെയ്യേണ്ട ഘട്ടത്തിൽ തുടർച്ചയായിട്ട് സമരം ചെയ്ത് തൊഴിൽ നിർത്തിവെച്ച് സമരം ചെയ്തു. ഈ തൊഴിലാളികളെല്ലാം തന്നെ ഈ സമരങ്ങളിലെല്ലാം പങ്കെടുത്ത് അങ്ങനെ നേടിയെടുത്ത് കൊടുത്തതാണ് ഈ ശമ്പള വർധന. ഇപ്പോൾ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അത് ഈ തൊഴിലാളികൾക്ക് ഒരു തീരാനഷ്ടമാണ്. ഈ മേഖലയിലുണ്ടായിരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കയർ വ്യവസായം അല്ലാതെ മറ്റൊരു വ്യവസായമില്ല. ശക്തമായ നടപടികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരണം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി കാര്യമായ പങ്കുവഹിച്ചവരാണ് കയർ തൊഴിലാളികൾ എന്നുള്ള വസ്തുത ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ആ ഒരു മാന്യത പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കയർ തൊഴിലാളികളോട് കാട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. 30 വർഷത്തിന് മുൻപ് 10 ലക്ഷത്തിന് മുകളിൽ തൊഴിലാളികളാണ് കയർ മേഖലയിൽ കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് 5 ലക്ഷത്തിന് താഴെയായി മാറി. 600ഓളം കയർ സംഘങ്ങളും 50 ചെറുകിട ഫാക്ടറികളും തൊഴിലാളികളും ഉൾപ്പെടുന്നതാണ് നിലവിലെ കേരളത്തിലെ കയർ മേഖല. ഞാൻ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ 150 ജോലിക്കാരുണ്ടായിരുന്നു ജോലി ചെയ്യാനായിട്ട്. ഇന്ന് കൂടി ഒരു 45 ജോലിക്കാർ പോലും വരില്ല. അതുമെല്ലാം 60 വയസ്സ് കഴിഞ്ഞ ജോലിക്കാരൊക്കെയാണ് നിന്ന് ജോലി ചെയ്യുന്നത്. ഏകദേശം 2035 കൂടി ഈ വ്യവസായം പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരവസ്ഥയിലാണ്.
മിഷണറിയൊക്കെ വന്നെങ്കിലും ആ മിഷണറികളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി കൊണ്ടുപോകാനോ അതിൽ പുതിയ തലമുറയെ ആകർഷിച്ച് നിർത്താനോ ഉള്ള സാഹചര്യം ഇല്ല. തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുന്നെന്ന് പറയുന്ന ചുമ്മയല്ല, അവരെ ദുഃഖം കാരണമാണ് അവർ ചെയ്യുന്നത്. ജീവിക്കണ്ടെന്ന് വിചാരിക്കും, മക്കളെയും കൊന്ന് അവരും അങ്ങ് മരിക്കും. പണി ചെയ്താലും വയർ നിറയില്ലേ, തുണിയിൽ അരിയില്ലെന്നാണോ അവർ ചിന്തിച്ചു തലകാഞ്ഞപ്പുറം അവരുടെ ജന്മികൾ വീർക്കുന്നു. തൊഴിൽ ചെയ്യുകയില്ലെന്നിട്ടും വയറൊഴിയില്ലവയൊരു മല പോലെ. തൊഴിൽ ചെയ്യുകയില്ലെന്നിട്ടും വയറൊഴിയില്ലവയൊരു മല പോലെ.